ഹായ് ഫ്രണ്ട്സ്, നമുക്കെല്ലാവർക്കും അറിയാം ഈ ലോകത്തെ ഏറ്റവും അമൂല്യമായതും ശുദ്ധമായതുമായിട്ടുള്ള ഒരു വസ്തു അമ്മിഞ്ഞ പാലാണെന്ന്, മുലപ്പാലാണെന്നറിയാം. കുഞ്ഞുങ്ങൾ കുടിക്കുന്ന മുലപ്പാൽ. പക്ഷേ 2022 ഒരു സ്റ്റഡി പ്രകാരം ഈ മുലപ്പാലിൽ മൈക്രോ പ്ലാസ്റ്റിക് അടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നു. കുട്ടികൾ ആ മൈക്രോ പ്ലാസ്റ്റിക് അടങ്ങിയ മുലപ്പാലാണ് കുടിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മളിലേക്ക് എത്തുന്നു. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം വേറൊന്നുമില്ല. ഇതേപോലുള്ള കുപ്പികളിൽ കുട്ടികൾ കുടിക്കാൻ വെള്ളം കൊണ്ടുവരുന്നു. ട്യൂഷൻ ക്ലാസ്സിലേക്കും അതുപോലെ തന്നെ സ്കൂളിലേക്കൊക്കെ കുട്ടികൾ വെള്ളം കുടിക്കാനായിട്ട് ഇങ്ങനത്തെ കുപ്പികൾ ചൂസ് ചെയ്യുന്നു. ഈ കുപ്പിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കേണ്ടതാണ്. ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്രഷ് ചെയ്ത് കളയണം. പക്ഷേ ആരും അത് ചെയ്യുന്നില്ല, അത് യൂസ് ചെയ്യണം. ശരിക്കും ഒരിക്കലും ഈ കുപ്പി ഒരിക്കലും നമ്മൾ കുട്ടികളുടെ കയ്യിൽ കൊടുത്തു വിടരുത്. ഇതിൽ നിങ്ങൾ വെള്ളം വീണ്ടും വീണ്ടും കുടിക്കരുത്. തിളപ്പിച്ച വെള്ളം ഇതിൽ ഒഴിക്കരുത്. നമ്മൾ ശ്വസിക്കുന്ന വായുവിലും കുടിക്കുന്ന വെള്ളത്തിലും കഴിക്കുന്ന ഭക്ഷണത്തിലും എല്ലാം ഈ മൈക്രോ പ്ലാസ്റ്റിക് കടന്നുകൂടിയിട്ടുണ്ട്. 5 മില്ലി ഗ്രേഡിൽ കുറവുള്ള പ്ലാസ്റ്റിക്കുകളെയാണ് നമ്മൾ മൈക്രോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. അത് നമുക്ക് കാണാൻ സാധിക്കില്ല. അത് നമുക്ക് നമ്മുടെ സിന്തറ്റിക് ക്ലോത്തിലൂടെയോ അല്ലെങ്കിൽ നമുക്ക് വായുവിലൂടെയോ അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളൊക്കെ പൊതി തരുന്ന പ്ലാസ്റ്റിക് പൊതികളിലൂടെയോ ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ഈ മൈക്രോ പ്ലാസ്റ്റിക് എത്തുന്നു. അത് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുന്നു, അത് നമ്മുടെ ഹാർട്ടിലേക്ക് എത്തുന്നു, രക്തത്തിലേക്ക് എത്തുന്നു, ശരീരം മൊത്തം ഇത് പടർന്ന് പന്തിരിക്കുന്നു. ഇത് പല മാരകമായിട്ടുള്ള അസുഖങ്ങൾക്ക് വരെ കാരണമായേക്കാമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും? ഒന്നുമില്ല, പ്ലാസ്റ്റിക് കുറയ്ക്കുക, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുക. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കാറുണ്ട്. അത് കുറച്ച് കൊണ്ടുവരിക, കുട്ടികളിൽ ഈ ബോധവൽക്കരണം ഉണ്ടാക്കുക.